നമ്മൾ ഗോൾഡിൻ്റെ വർഷങ്ങളായിട്ടുള്ള പാറ്റേൺ ക്രിസ്തുവിന് മുമ്പുള്ള കാലം മുതൽ നമ്മൾ നോക്കിയാലും, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള 10-30 വർഷം, ഇല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാലും ഗോൾഡിൽ ഇതുപോലെ ഒരു വമ്പൻ വർധനവ് വന്നത് ഇപ്പോഴാണ്. ഈ വർധനവ് പല അസറ്റ്സിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. അത് ആൾക്കാരത് കാണുന്നില്ല. ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. എറണാകുളത്തിൻ്റെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന പനമ്പള്ളി നഗർ അല്ലെങ്കിൽ ജവഹർ നഗർ, ഇവിടെയൊക്കെ ഒരു 2003 വരെ വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. നല്ല പ്രോപ്പർട്ടി ഒരു സെൻറ്റിന് 2 ലക്ഷം രൂപ, 2.5-3 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ഇപ്പോഴോ 50 ലക്ഷം 60 ലക്ഷം. പക്ഷേ ഈ 50 ലക്ഷം 60 ലക്ഷം എത്തിയത് ഈ 2003 മുതൽ ഒരു 2015 വരെയുള്ള സമയത്താണ്. പിന്നീട് കോവിഡിന് ശേഷം വർധനവേ ഇല്ല. അന്ന് വന്ന വില നിലനിൽക്കുന്നു എന്നല്ലാതെ ഡിമാൻഡ് നിലനിൽക്കുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എത്ര മടങ്ങാണ് വർധനവ് വന്നത്? 2 ലക്ഷം ആയിരുന്നത് 40-50 ലക്ഷമായില്ലേ? അതുപോലെ ഒരു കാലത്ത് ഗോൾഡും ഇതുപോലെ അനങ്ങാതെ കിടക്കുമായിരുന്നു. ഒരു 80-കൾ മുതൽ 2002-2003 വരെയുള്ള ഓരോ വർഷത്തെയും ഗോൾഡിൻ്റെ വില നമ്മൾ വിലയിരുത്തിയാൽ കാര്യമായ വർധനവൊന്നും വന്നിട്ടില്ല. അതിന് ശേഷമാണ് ഈ വർധനവ് വരാൻ തുടങ്ങിയത്. പക്ഷേ ഈ 2010 മുതൽ 2025 വരെയുള്ള ഗോൾഡിലെ വർധനവ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2000 മുതൽ 2020 ഒരു 25 വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 29 മടങ്ങാണ് ഗോൾഡ് കൂടിയത്. അതിൽ തന്നെ 2024-ഉം 2025 ഇതുവരെയുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൽ വന്നിരിക്കുന്ന വർധനവ് ഒരു 60%, 65% വരും.